പ്രിയപ്പെട്ട സോണിയയുടെ മൈലാഞ്ചിയിൽ ചടങ്ങ് ഉടൻ തന്നെ വിവേകരാകുകയാണ്. മൈലാഞ്ചിയിൽ ചടങ്ങിന് മുന്നോടിയായിട്ട് ജ്ഞാനായ സമുദായത്തിന്റെ പാരമ്പര്യ ചരിത്രത്തെക്കുറിച്ചും മൈലാഞ്ചിയിൽ എന്ന മഹനീയ ചടങ്ങിന്റെ അർത്ഥഫലങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കത്തിൽ നമുക്ക് ശ്രമിക്കാം. പുരാതന ദേശീയ സാമ്രാജ്യത്തിലെ ഗോവ, ബാഗ്ദാദ് എന്നിവയെ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് AD 345 അന്നത്തെ പ്രമുഖ വാണിജ്യ ശ്രേഷ്ഠനായിരുന്ന ക്നായ് തോമയുടെ നേതൃത്വത്തിൽ പ്രേക്ഷിത കൊടിയേറ്റ ലക്ഷ്യമാക്കി കേരളത്തിലെ കൊടിനഗരിയിൽ കൊടിയേറ്റം പറഞ്ഞ ജനതയുടെ സന്തതി പരമ്പരകളാണ് ക്നാനായക്കാർ. 7 ജില്ലകളിൽ 72 കുടുംബങ്ങളാണ് അന്ന് കൊടിനഗരിൽ പറഞ്ഞത്. അന്ന് നാടുവാഴുന്ന ചേരവ പെരുമാൾ രാജാവിൽ നിന്ന് പ്രത്യേക പ്രശംസകളും അവകാശങ്ങളും കിട്ടിയ ഈ ക്നാനായക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളും വിവാഹ ആചാരങ്ങളും കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നു. സമുദായത്തിന്റെ വംശജരെ നിലനിർത്തുവാനായി സമുദായങ്ങളാളുകളിൽ അവർ വിവാഹം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്നാനായക്കാരുടെ വിവാഹ വീടുകളിൽ വിവിധങ്ങളായ ചടങ്ങുകൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് വിവാഹത്തിന് തടയുന്ന വധുവിന്റെ വീട്ടിൽ നടത്തുന്ന മൈലാഞ്ചിയിൽ ചടങ്ങ്. സൗന്ദര്യത്തിനൊപ്പം മാത്രമല്ല വിശദീകരണം കൂടിയാണ് ഈ അനുഷ്ഠാനങ്ങളുടെ നടത്തപ്പെടുന്നത്. മൈലാഞ്ചി പാട്ടിൽ വിവരിക്കുന്നത് പോലെ ആദ്യ മാതാവായ ഹവ്വ ഏതൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി പറിച്ചു നിന്നത് മൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. തൽഫലം അവളുടെ പാപങ്ങളും കരങ്ങളും കടക്കപ്പെട്ടു. ആ പാപകറ അവളുടെ മക്കളുടെ കരസരങ്ങളെ ബാധിച്ചിരിക്കുന്നു. വിവാഹത്തിലെ പാപകറ കഴുകി വിശദീകരിക്കുന്ന ക്രമമാണ് മൈലാഞ്ചി സേവനം. ക്നാനായ സമുദായത്തിന്റെ പാരമ്പര്യ ആചാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ട സോണിയയുടെ മൈലാഞ്ചി ചടങ്ങ് ഉടൻ തന്നെ വേദിയിൽ ആരംഭിക്കുകയാണ്. മൈലാഞ്ചി ചടങ്ങിന് മുന്നോടിയായിട്ട് അവകാശങ്ങൾക്കും മണക്കോട് സജ്ജീകരിക്കുന്നു. മണക്കോട് സജ്ജീകരണത്തിന്റെ ഭാഗമായി ആദ്യമായി അവകാശികൾ പായ വിരിക്കുന്നു. പായ വിരിക്കാനായിട്ട് അവകാശികളായ ബെസിയെ, റോസിയെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം പായയുടെ മുകളിലായി പീഠം അഥവാ കുരുട്ടി സജ്ജീകരിക്കുവാനായി അവകാശികളായ സുനിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സജ്ജീകരിച്ചതിന് ശേഷം പീഠത്തിന് മുകളിലായി പരിശുദ്ധിയുടെ അടയാളമായ വെള്ള വസ്ത്രം ധരിക്കുവാനായിട്ട് അവകാശികളായ അജിയെയും സാനിയെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പീഠത്തിന് മുകളിലായി പരിശുദ്ധിയുടെ അടയാളമായ വെള്ള വസ്ത്രം ധരിക്കുവാനായിട്ട് അവകാശികളായ അജിയെയും സാനിയെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ളം പിടിച്ചതിന് ശേഷം ഞാൻ ലോകത്തിന്റെ
അവകാശമാകുന്നു എന്ന യേശുനാഥന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായ കത്തിച്ച കോലുവിളക്ക് ഈ വേദിയിൽ സജ്ജീകരിക്കുവാനായി അവകാശിയായ നീനുസിനെ നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിളക്ക് ശേഷം തെങ്ങിന്റെ കൈകളിലും കാതുകളിലും ലേപനം ചെയ്യുവാനുള്ള അരച്ച മൈലാഞ്ചി ഈ വേദിയിൽ സജ്ജീകരിക്കുവാനായി അവകാശിയായ ഓണായി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വെക്കണേ. അവിടെ വെച്ചു. പാരമ്പര്യ ആചാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള കോളറായി സണ്ണി ആൻഡ് ബേസി ദമ്പതികളുടെ പ്രിയമകളായ സോണിയയുടെ മൈലാഞ്ചിയുടെ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള മണക്കോലിന്റെ സർവ്വ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കുകയാണ്. അടുത്തതായിട്ട് പ്രിയപ്പെട്ട പെണ്ണിനെ അവകാശികൾ മൈലാഞ്ചിയുടെ ചടങ്ങിനായി മണക്കോലിലേക്ക് ആനയിക്കുന്ന ക്രമമാണ്. ഇന്നത്തെ ഈ സായി സഭയുടെ ദിനധാരമായ നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണിനെ വസ്ത്രവിഭൂഷിയായ പ്രിയപ്പെട്ട സോണിയായ അവകാശികൾ ഈ നിമിഷം അതിമനോഹരമായ നൃത്ത ചുവടുകളുടെ അകമ്പടിയോടുകൂടി മൈലാഞ്ചിയിൽ ചടങ്ങിനായി ഈ മണക്കുളത്തിലേക്ക് ആനയിക്കുന്നു.
സോണി മൈലാഞ്ചിയിൽ ചടങ്ങായി പ്രിയപ്പെട്ട അവകാശികളുടെ കമ്പനിയോടുകൂടി പണക്കൊടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമയം കനാഡ സമുദായത്തിലെ ഏത് രാജാവുകളുടെയും ആഘോഷങ്ങളെയും പ്രാർത്ഥനാകാരവുമായ മാർത്തോമൻ എന്ന ഗാനം ഗായകസഭ ആലപിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് ആരംഭം കൊടുക്കുകയാണ്. ഗായകസഭയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഏവർക്കും ഒരുമിയോട് കൂടി എഴുന്നേറ്റ് നൽകുകൊണ്ട് മനോഹരമായ ഈ പ്രാർത്ഥനാഗാനം ഒന്ന് ചേർന്ന് ആലപിക്കാം.
Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
ഈച്ചപ്പാട് ചടങ്ങിന് മുന്നോടിയായിട്ട് ദേഹശുദ്ധത്തിൽ പുതുവസ്ത്രം അണിയിക്കുവാൻ പ്രിയപ്പെട്ട മണവാട്ടി പെണ്ണിനെ നമ്മുടെ സ്വന്തം സോണിയായി അവകാശം മണക്കൊടുക്കുന്നതും അതിലേക്ക് കൂട്ടിലെടുക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വീട്ടിൽ ജ്ഞാനക്കാരുടെ ലഹരിയാണ് ജ്ഞാനത്തോമായി അവബോധനയും അവരുടെ കുലാല പാട്ടുകൾ. നമുക്ക് ഏവർക്കും സുന്ദരമായ ഒരു കുറച്ച് നേരത്തേക്ക് അടിച്ചു പൊളിച്ചാലോ? റെഡിയാണോ?
We're
girls perform ചെയ്യാനായിട്ട് റാല സെന്റ് പീറ്റേഴ്സ്
അവകാശികൾ പായ വിരിക്കുന്നു. പായ വിരിക്കുവാനായിട്ട് അവകാശികളായ ബെസി ആൻഡ് റോസറി എന്നിവരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിശ്ചിത ചടങ്ങിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി വേദിയിലേക്ക് പ്രിയപ്പെട്ട ജിമ്മിയുടെയും സോണിയയുടെയും മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. പായ വിരിച്ചതിന് ശേഷം പായയുടെ മുകളിലായി പീഠം അഥവാ കുരണ്ടി സജ്ജീകരിക്കുവാനായി അവകാശികളായ സുനിയെയും മിനിയെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പീഠം സജ്ജീകരിച്ചതിന് ശേഷം പീഠത്തിനുള്ളിലായി പരിശുദ്ധ അടയാളമായ വെള്ള വസ്ത്രം ധരിക്കുവാനായിട്ട് അവകാശികളായ അജിയെയും സാനിയായും സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ള വിരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഐശ്വര്യത്തിന് പ്രതീകമായ കത്തിച്ച കോലുവിളക്ക് ഈ മണൽ കൊഴുത്തിൽ സജ്ജീകരിക്കുവാനായി അവകാശിയായ നീലസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിളക്ക് വെച്ചതിന് ശേഷം ഇച്ഛാ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള കിട്ടിയും കോളാറിയും ഈ വേദിയിൽ സജ്ജീകരിക്കുവാനായി അവകാശികളായ ജോസ്നായും ജോസ്മിയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ. കിട്ടിയും കോളാറിയും വെച്ചതിന് ശേഷം ഇച്ഛാ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള ചക്കരയും അലങ്കരിച്ച നെയ്പാച്ചവും ഈ വേദിയിൽ സജ്ജീകരിക്കുവാനായി അവകാശിയായ പീറ്ററിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം. ഇങ്ങോട്ട് തിരിഞ്ഞു വന്നേ. ഇച്ഛാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള മണക്കുളത്തിന്റെ സർവ്വ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കുകയാണ്. അടുത്തതായി പ്രിയപ്പെട്ട മണവാട്ടിപ്പള്ളിയെ അവകാശികൾ ഇച്ഛാ ചടങ്ങിനായി മണക്കുളത്തിലേക്ക് ആനയിക്കുന്ന കർമ്മമാണ്. ഇച്ഛാ ചടങ്ങിന് മുന്നോടികളിലേക്ക് കൂടി പ്രിയപ്പെട്ട ജിമ്മിയുടെയും സോണിയയുടെയും മാതാപിതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. മണവാട്ടിപ്പള്ളിയുടെ ഇച്ഛാ ചടങ്ങിനായി മണക്കുളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഇച്ഛാ ചടങ്ങ് വീട്ടിൽ ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, മണവാട്ടിപ്പള്ളിയെ ആദ്യം ഇച്ഛാ നൽകുന്നത് അവകാശിയായ മണവാട്ടിപ്പള്ളിയുടെ അപ്പാപ്പനായ ഉപ്പായി എന്നതാണ്. അതിനുശേഷം അവകാശികളായ ജോയി, ഡോറിൻ, ജോബി, പോൾ, അനീഷ്, അവസാനമായി സിബിൽ എന്നീ പ്രമുഖരായി പ്രിയപ്പെട്ട അവകാശികൾ നമ്മുടെ പ്രിയപ്പെട്ട മണവാട്ടിപ്പള്ളിയെ നമ്മുടെ സ്വന്തം സോണിയായിട്ട് ഇച്ഛാ നൽകുന്നത്. മണവാട്ടിപ്പള്ളിയിൽ 6 വിശുദ്ധ നൽകുന്ന അവകാശിയായ മണവാട്ടിപ്പള്ളിയുടെ അപ്പാപ്പനാണ്. പ്രിയപ്പെട്ട ഉപ്പായി മകൾ മണവാട്ടിപ്പള്ളിയുടെ അവകാശികളായ ജോയി, ഡോറിൻ, ജോബി, പോൾ, അനീഷ്, അവസാനമായി സിബിൽ എന്നീ പ്രമുഖരായി പ്രിയപ്പെട്ട അവകാശികൾ നമ്മുടെ മണവാട്ടിപ്പള്ളിയെ ഇച്ഛാ നൽകുന്നത് സുഖം. പ്രിയപ്പെട്ട
മണവാളപ്പെടുന്ന വിവാഹം ചോദിക്കുകയാണ്. ഇവിടെ പേര് നമ്മുടെ സ്വന്തം സ്വാമിയാക്കി അനുവാദം ബൈ
As long as we